guys, welcome back to Albin's Hub. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ നായകനാകുന്ന ഹൃദയപൂർവ്വം മൂവിയുടെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അത് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യൻ അന്തിക്കാട് ഡയറക്റ്റ് ചെയ്ത് പുള്ളിയുടെ മകനാണ് എൻ്റെ സ്റ്റോറിയൊക്കെ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആൻ്റണി പെരുമ്പാവൂറും ആശീർവാദ് സിനിമാസും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടീസർ നമുക്ക് റിയാക്ഷൻ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാം നമുക്കപ്പോൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വാ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. She saw this stuff I'm doing just for her. But I love Fafa, man. Papa. Fahad Fasil. Oh. Avisham, Kungalangi Nights. What a performance. It's drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. സിദ്ദിഖ്, ലാലു ലക്സ്, ഹൃദയപൂർവ്വം. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടു. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു പഴയ ലാലേട്ടൻ, വിൻറ്റേജ് ലാലേട്ടൻ, താളവട്ടം ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയാം. എന്താ പറയുക, ഒരു അടിപൊളി ഒരു ഫീലായിരുന്നു. ലൈക്ക് ഒരു നോർമൽ സാധനം പോകുന്നു, കൂളായിട്ട് പോകുന്നൊരു സംഭവം കേട്ടോ. സിദ്ദിഖുണ്ട്, അതുപോലെ തന്നെ ലാലു ഉണ്ട്, എല്ലാവരും തകർത്ത് ആടിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ലാലേട്ടൻ്റെ ലാസ്റ്റ് തുടരും മൂവി അടിപൊളിയായിരുന്നു. അതുപോലെ ഇതും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യമുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ ഫാമിലി ഓഡിയൻസിനെയും നോക്കിയിട്ടാണ് സത്യൻ അന്തിക്കാട് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അത്രയും ഒരു ഫീൽ ഗുഡ്, ഫണ്ണി എല്ലാം ചേർന്നിട്ട് നമ്മുടെ വിൻറ്റേജ് ലാലേട്ടനാണ് സിനിമയിലുള്ളത്. August 28, 2025 സിനിമ റിലീസാവുന്നത്. അപ്പം എല്ലാ ഫാമിലി ഓഡിയൻസും തിയേറ്ററിൽ പോയിട്ട് കാണുക. നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചുവരവാകട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ലാലേട്ടൻ നേരുന്നു. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.